നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കണത്? എൻ്റെ കൈയും കാലം ഓടണല്ലേ ചേച്ചി. അവനുണ്ടായിരുന്നപ്പോൾ ഒരു ധൈര്യമായിരുന്നേ. ഇതിപ്പോൾ ആരും ഇല്ലാത്ത പോലെ ആയിപ്പോയി. സത്യത്തിൽ എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴും എനിക്ക് അങ്ങനെ വിഷമം തോന്നിയിട്ടില്ല അവനുണ്ടായിരുന്നപ്പോൾ. ഇതിപ്പം ക്ലീറ്റോനാണെങ്കിൽ ആകെ പേടിയുണ്ടായിരുന്നത് കനകനെയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് തന്നെ വിളിക്കാം. അങ്ങനെ വിളിക്കാനൊന്നും പറ്റില്ല. നേതാവിന് നല്ല പിടിപാടൊക്കെ ഉള്ളതല്ലേ, ആരെങ്കിലൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചാൽ മതിയല്ല. അങ്ങനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? എങ്ങാണ്ടും കിടക്കണ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയേക്കണല്ലേ. എൻ്റെ അമ്മനോട് ഇവിടെ നിൽക്കാൻ പറയാൻ പറ്റില്ല. അമ്മയ്ക്ക് മോൻ്റെ അടുത്ത് നിന്നില്ലെങ്കിൽ ശ്വാസം മുട്ടല്ല. അത് തന്നെയല്ല, ക്ലീറ്റായിട്ട് ചേരൂല അമ്മ. ഒന്നും രണ്ടും പറഞ്ഞാൽ എപ്പോഴും കീരിയും പാമ്പുമായിട്ട് ഇരിക്കുള്ളൂ. ഇത്രയും വലുതായതിനു ശേഷം ഞങ്ങൾ ഇങ്ങനെ പിരിഞ്ഞു നിന്നിട്ടില്ലാന്നേ. അങ്ങനെ എവിടെ പോയാലും അവൻ രാത്രി ആകുമ്പോഴത്തേനും വരും, തല്ലു പിടിക്കും. എന്നാലും ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നടി ഒരു ആങ്ങളെയും പെങ്ങളും, പിന്നെ കെട്ടിച്ചു വീടിന്റെ അടുത്ത് ഒരു ആങ്ങളെയും പെങ്ങളും ഉണ്ടായി. ഭയങ്കര സ്നേഹമായിരുന്നു. അതെ, ഒരു മിഠായി രണ്ടായിട്ട് പങ്കുവെച്ച് തിന്നണ ആൾക്കാരായിരുന്നു. പക്ഷെ അവനൊരു ജോലിക്ക് പോയതാണ്. അവൻ മലയുടെ മേളിൽ നിന്ന് താഴ്ത്തു വീണ് അവൻ തളർന്നു പോയി. അവൻ തളർന്ന് കിടക്കണേന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ആശ്വാസം ഉണ്ട്. അവനെ പെങ്ങൾക്കും സ്നേഹമില്ല ഇപ്പൊ. അവൻ തളർന്നു കഴിഞ്ഞപ്പോ അവനെ പിന്നെ ഞാൻ നിന്റെ അതേപോലെ സ്നേഹം ഉണ്ടായ ഒരു ആങ്ങളൊക്കെ സംഭവിച്ച കഥയാണ് ഞാനും പറഞ്ഞ. അതിന് നല്ല ഉദാഹരണമുള്ള പറയാനായിട്ട് ഇത് പറയേണ്ട കാര്യം ഉണ്ടായാടി. ആങ്ങളെ കൊന്നെടുക്കുമല്ലോ ഇപ്പൊ. അയ്യോ, അങ്ങനെ ചാകാനല്ലല്ലോ ഞാനിത് പറഞ്ഞത്. ഞാനുണ്ടായ സംഭവമാണ് പറഞ്ഞത്. വേറെ എന്തോ ഒരു ഉദാഹരണം പറയാനുണ്ട്. തളർന്നു പോയി. അയ്യോ, നിഷ്കളങ്കയായിട്ടിരിക്കണണ്ടാ. ആകൾക്ക് സംഭവിക്കാനല്ല പറഞ്ഞുണ്ടായ കഥയാണ് ഞാൻ പറഞ്ഞത്. അത് ഇങ്ങനെ ഭയങ്കര സ്നേഹത്തിൽ തിരിഞ്ഞുപോയി. ആങ്ങളേനെ പോലത്തെ ഒരു ആങ്ങളായിരുന്നു അത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായല്ലോ ഒരു ആങ്ങള. ഒരു ഉപകാരവും ഇല്ല. എന്റെ കയ്യിൽ നിന്ന് പണിയെടുക്കണ കാശും മേടിച്ചിട്ട് ആള് മുങ്ങണല്ലാതെ ഉണ്ടെന്ന് പറയാ. അതെന്ത് കാര്യത്തിന് എടുത്തു കൊടുക്കണ പൈസ? പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ അമ്മ പ്രസവിച്ച ഒരു മകനല്ലേ, അതോർത്ത് ഞാൻ അങ്ങനെ കൊടുക്കണം. അല്ലാതെ ഒരു ഫലവും. എന്നിട്ട് പറഞ്ഞ എന്റെ ആങ്ങളനോട് സ്നേഹമാണെന്ന് പറഞ്ഞപ്പോൾ പറയാം മറ്റേ പെണ്ണിന്റെ ആങ്ങളെ തളർന്നു പോയിന്ന്. കാര്യം പറയണത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു പോയത്. ദുഷ്ടത്തി പറു. എന്നെ കൂടെ തല്ലുപിടിക്കാനാണെങ്കിലും നിനക്ക് ഒരു ഉജാറ് വെച്ചല്ല. ഉജാറ് എന്നൊക്കെ എന്തെങ്കിലും ചെയ്യാമാ. എഴുന്നേക്ക്, നിങ്ങളാദ്യം എഴുന്നേക്കാം, എന്നിട്ട് ഞാൻ എഴുന്നേക്കാം. തക്കളി, ഞാൻ നിന്നോട് ഇന്നാളൊരു കാര്യം പറഞ്ഞത് നീ ഒരു ലേശമെങ്കിലും അനുസരിച്ചോടി. ഈ പത്രത്തിലെ വാർത്തകൾ ദിവസം ഒരു 5 വാർത്ത വെച്ച് തന്നെ എഴുതി കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഡാഡി ഇവിടെ പരീക്ഷ എടുത്തിന് ഇഷ്ടം പോലെ പഠിക്കാൻ. പരീക്ഷ എടുത്താൽ നീ പഠിച്ച് തകർക്കാനാ. പത്രം ഒരു ദിവസം പോലും പത്രം തുറന്നു നോക്കൂലേ? മലയാളം ഇത് വായിച്ചേ, ഇത് എഴുതിക്കണം, ന്യൂസ് വായിച്ചേ. ആറ്റുമാർ നായി മായ്ക്കാടി, നേരെ നോക്കി വായിക്ക, അക്ഷരം നോക്കി വായിക്ക്. ഓ സോറി, അരുമാർ അരുമാനൂർ വായിക്ക്. അരുമാനൂർ നായല്ല കോഴി. നേരെ വായിക്കടി. അരുമാനൂർ നായിനാർ ദേവീന്നുണ്ടോടി? ദേവീന്നുണ്ടോ? അപ്പൊ നേരെ വായിക്കേ. ഞാൻ വായിക്കാം. അരുമാനൂർ ദേവീ ക്ഷേത്രത്തിൽ ഇന്ന് ആറട്ട്. സംസ്ഥാനത്തെ എല്ലാ റോഡുകളിലും ഉണ്ടോ? റോഡുകളും ഹൈഡേക്കാക്കും. നോക്കി വായിക്കടി. വായിച്ചു, ഇപ്പൊ കറക്റ്റ് വായിച്ചില്ല. ഇപ്പൊ നോക്കിയോ? ഇതെന്താണ്? ഹൈടെക്കാക്കും കേട്ടോ. ഇങ്ങനെയാണ്. പത്രം തുറന്നു നോക്കരുത്, കഴുതാണ്. നീ യോമാനിന്റെ റോഡ് ഹൈടെക് ആക്കാത്തതിന്റെ കുഴപ്പമുള്ളൂ. ഉള്ള കുഴികളൊന്നും മൂടിയാൽ മതിയായിരുന്നു. മതി, നീ ഇനി വായിക്കണ്ട, നീ അത് എഴുത്. പിന്നെ അതും നടക്കൂല, ഇതും നടക്കൂല. എനിക്ക് ഭയങ്കര ഡൗട്ട്. കൊറേ നേരം വെച്ച് എന്തായാലും പറഞ്ഞ
ടീച്ചറെ പറഞ്ഞ ടീച്ചർ എന്താ പറഞ്ഞു? അമ്മ അച്ഛനോടും ചോദിച്ചാൽ പറഞ്ഞു. ടീച്ചർക്ക് എന്താ പണി? അത് നമ്മളന്ന് പോയില്ലല്ലോ മെനങ്ങാന്ന്. ഈ മെനങ്ങാന്ന് സ്കൂളിൽ പോകാത്തെ? നമ്മൾ ഉത്സവം പോയിട്ട് ഡാഡിയല്ലേ പറഞ്ഞ നാളെ ഇനിയിപ്പോ പോണ്ടാന്നൊക്കെ പറഞ്ഞില്ലേ, കിടത്ത് ഉറക്കിയില്ലേ? അത് ഞാൻ തന്നെ വലിച്ചു വരുത്തിയതാ. ആ അപ്പൊ പറഞ്ഞ എന്ത് പറഞ്ഞുതരാൻ? അതെ, അത് സ്കൂളിൽ പോയി ടീച്ചറുടെ അടുത്ത് തന്നെ. പിന്നെ അവരെന്തിനാണ് മാസം ശമ്പളം വാങ്ങിക്കണം, നമ്മളെന്തിനാണ് ഫീസ് കൊടുക്കുന്നത്? ടീച്ചർ അറിയാത്തോണ്ടൊന്നുമല്ല, പക്ഷെ ഇത് ഞാൻ പഠിച്ചപ്പോൾ കണക്കല്ലല്ലോ. നമ്മളെ മറ്റേ എല്ലാം കണക്കൊന്ന. നമസ്കാരം ഗോപിയേട്ടാ. ഓ വീട്ടിലാ? എന്താ? ഇല്ല പറഞ്ഞോട്ടാ. ആ ഓ സന്തോഷമുള്ള കാര്യല്ലേ? ഇല്ലില്ലില്ല, അത് കുഴപ്പമൊന്നുമില്ല. ഇത് എനിക്ക് എന്താ ബുദ്ധിമുട്ട്? സമ്മതം തന്നെ. ഓ ഓ ഉണ്ടുണ്ട്, ഭാര്യയുണ്ട്. ആ കുടുംബശ്രീയുടെ ഉണ്ടുണ്ട്, ഫോണുണ്ട്. ആ ഞാൻ പറയാം. ആ ശരി ചേട്ടാ. ഓ നാളെ അല്ലേ? ഓ ആയിക്കോട്ടെ. ഇല്ലില്ല, ശരി ഞാൻ വിളിച്ചോളാം, വൈകിട്ട് വിളിച്ചോളാം. ശരി, ഓക്കെ. ഈ തക്കിളിമോളി നൂലെല്ലാം കെട്ടി വെച്ചേക്കാട്ടോ. എന്റെ കർത്താവേ, എടി വിളിച്ചാരെന്നറിയാമോ? നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിയേട്ടനാ. എന്തിനാ വിളിച്ചറിയാമോ? ആ ഭാര്യ പണങ്ങി നിക്കണാളോ? ആ ഭാര്യ പണങ്ങിക്കുന്നത് അയാളുടെ കുഴപ്പം കൊണ്ടല്ല, ആ പെണ്ണുമ്പിള്ളയുടെ നാക്ക് ശരിയല്ലാത്തോണ്ടാ. അവര് ഡൈവേഴ്സ് ആയോ? ഡൈവേഴ്സ് ഒന്നും ആയില്ലെന്നേ. ആ എന്തിനാ വിളിച്ചതറിയാമോ? പിന്നെ ജില്ലയിലെ മുഴുവൻ ചുമതല എന്നെ ഏൽപ്പിക്കാൻ പോവാ. അതിന് ബുദ്ധിമുട്ടുണ്ടോന്ന്? നമുക്കെന്താ ബുദ്ധിമുട്ട്? പിന്നെ ഒപ്പം വേറെ കാര്യം ചോദിച്ചു കേട്ടോ. നീ ഇപ്പൊ അയൽക്കൂട്ടത്തിൽ പോകണ്ടോന്ന് ചോദിച്ചു. നിനക്കും അതിനകത്തൊരു സ്ഥാനം തരാന്നുള്ള പറഞ്ഞേക്കണേ. എവിടെ? നിങ്ങളുടെ ജില്ലയിലോ? ജില്ലയിലല്ലടി, അയൽക്കൂട്ടത്തിലേ, നിങ്ങളുടെ ഇതിലേ. അപ്പൊ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറയാം, എന്ത് ബുദ്ധിമുട്ട്? നല്ല കാര്യല്ലേ? എനിക്ക് സ്ഥാനമൊന്നും വേണ്ട. എടി അതൊക്കെ വല്ലതും കിട്ടണ കേസുകളാണെന്നേ. താല്പര്യമില്ല. പക്ഷെ ഗോപിയുണ്ടല്ലോ, നമ്മുടെ അടുത്ത് എന്തോ ഒരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ. എന്തുണ്ടെങ്കിലും പിന്നെ എന്നെ പരിഗണിച്ചിട്ട് വേറെ ആരെങ്കിലും. അതെ, ഈ ഹിന്ദു ഇപ്പൊ ഗോപിയുടെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യുപകാരമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? ഓ തിരിച്ചു കുറച്ച് സ്നേഹം കൊടുത്താൽ മതി. അത് കൊടുക്കണം. അതാണ് നമുക്ക് നാളെ ഗോപിയേട്ടനൊന്ന് വിളിച്ചിട്ടേ ഇച്ചിരി ഭക്ഷണം കൊടുത്താലോടി. എവിടെ? നമുക്കിവിടെ ഭക്ഷണം ഭയങ്കര തീറ്റപ്രിയനാണ് ആളെ. നമ്മള് തിന്നണൊക്കെ അവര് തിന്നുവോ? അല്ല, നമുക്ക് കുറച്ച് സ്പെഷ്യൽ മേടിക്കാം. ഇച്ചിരി കൊഞ്ച് ഭയങ്കര വീക്ക്നെസ്സാ. പിന്നെ നെയ്മീന്, പോത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. അത് നിങ്ങളോടുള്ള സ്നേഹമാണ്, മനസ്സിലാവും. ചിക്കൻ വേണ്ടേ? ചിക്കനോട് പുള്ളിക്ക് വലിയ താല്പര്യമില്ല. കോഴി മേടിച്ചാലോ? അല്ല, കോഴിയല്ല, മറ്റേ താറാവ് മേടിച്ചാലോ? താറാവ് വേണ്ട, പുള്ളിക്ക് നൊത്തോലി ഉണ്ടല്ലോ, അത് ഫ്രൈ ചെയ്താൽ ഭയങ്കര ഇഷ്ടമാണ്. എന്നാ പിന്നെ ഇച്ചിരി ചാളയോ അങ്ങനെ എന്തെങ്കിലും. ചാളയൊന്നും വേണ്ട, അത് ഇച്ചിരി കപ്പ വേണം. കപ്പ പുള്ളിക്ക് ഇഷ്ടമാണ്. ആനയുടെ ഒരു കാല് മുറിച്ചെടുത്തിട്ട് അത് ഫ്രൈ ചെയ്ത് വെച്ചാലോ? തമാശ കളിക്കരുത്, എന്തായാലും കാര്യമായിട്ട് തന്നെ പറഞ്ഞു. ഇതിനൊക്കെ കാശ് അങ്ങോട്ട് കൊടുക്കണം. കാശ് കൊടുക്കണം, പക്ഷേ നമുക്ക് ഗുണം ഉണ്ടാവൂലേ? അത് എനിക്ക് ഗുണം വേണ്ട ക്ലീറ്റ്, ഞാൻ ഒരുപാട് ഗുണമായി ഇപ്പൊ സഹിക്കണതേ. അത് വലിയ കാശൊന്നും വേണ്ടടി, ഇതെല്ലാം കൂടെ മേടിക്കാനായിട്ട്. പിന്നെ ഇച്ചിരി ഒരു ചെറിയ എന്തെങ്കിലും ഒരു പിന്നെ ഒന്ന് വണ്ടി വിട്ട് വിളിപ്പിക്കണം. അതന്നെ, ഒരു 3000 രൂപ അത്രേ വരുള്ളൂ. നിന്റെ ഉണ്ടോ? നമുക്ക് കേട്ടിട്ടുണ്ട്. ഉണ്ടോടി? ഉണ്ട്, പക്ഷെ എടുക്കാൻ പറ്റില്ല. അതെ, നമുക്ക് ഗുണമുള്ള കാര്യം ആയതുകൊണ്ടാണ്. എനിക്ക് ഗുണം വേണ്ടാന്ന്, എനിക്ക് ഗുണത്തിനോട് താല്പര്യമില്ലല്ലോ. ഞാനിങ്ങനെ ഇവിടെ നിന്ന് ദുഷിച്ച് തീരെ. ഒരു കാര്യം ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ചെയ്യുമ്പോ നീ സഹായിക്കണ്ട. ഞാൻ വിളിച്ചു നോക്കാം, എനിക്കുണ്ട് ആൾക്കാർ. പിന്നെ അത് ഞാൻ എന്തോരം കണ്ടേക്കണു. എങ്ങനെ വഴി കണ്ടുപിടിച്ചു? ഓടിയായിരുന്നു കളിയാക്കാണ്ട്. ഓ അപ്പൊ ആലപ്പുഴ എന്ന് പറഞ്ഞ വഴി ഒരു 2 ദിവസം അവിടെ പോയി. നമ്മള് പാലായിക്ക് പോയപ്പോ നേരെ അങ്ങോട്ട് വന്നു, അവർ ആലപ്പുഴയ്ക്ക് പോയപ്പോ നേരെ അങ്ങോട്ട് പോയി. എന്തിനാ ആൾക്കാരെ സ്വസ്ഥത എടുത്തത് ഇങ്ങനെ? അവിടെ എന്തൊക്കെയാ വിശേഷം? അവിടെ അമ്മയും സുഖമായിരിക്കണവര് കനകപ്പ പണിക്കൊക്കെ പോക്ക് തുടങ്ങി, എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടൊക്കെ വരുന്നു. അയൽവക്കൊക്കെ ഉണ്ട് അടുത്ത്? 1-2 വീട്ടുകാർ. ഇപ്പൊ ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല, മുണ്ടി പറഞ്ഞിരിക്കും അതേമാതിരി ഒരു തള്ളപ്പുറത്തുണ്ട്. നമ്മുടെ കാലുവേദന എങ്ങനെയുണ്ട്? മുട്ടുവേദന കൂടുതലാ പറയും. പെണ്ണിനെ കാണാഞ്ഞിട്ടേ ഈ ജമന്തിയും അമ്മയൊക്കെ ആകെ വിഷമിച്ചു. ചുമ്മാ കൂട്ടിയിട്ട് എല്ലാം പറഞ്ഞു ഞാൻ അവളെ കൊണ്ടുപോകുന്ന. എവിടെ? പരീക്ഷ പിന്നെ അല്ലേ തീർന്നത്? 2 ദിവസം പോയി.
അതെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളോ തിരിഞ്ഞു നോക്കണില്ല എന്ന് പറഞ്ഞ് പരാതിയാ. ആ കുട്ടീനെങ്കിലും ഞാൻ കൊണ്ടേക്കോട്ടെ. അല്ല ഞാനേ ഒരു കാര്യം ചോദിച്ചോട്ടെ, അമ്മാവന് ഇങ്ങനെ ഞങ്ങളിവിടെ ഒരു 3-4 ജന്തുക്കൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യമല്ലോ ഓർമ്മ. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? ഇല്ലല്ലോ. അത് ഇങ്ങോട്ട് വരുമ്പോ അവിടേക്ക് നോക്കുമ്പോ ആ വീട് ഇങ്ങനെ പൂട്ടിക്കിടക്കുന്ന കാണുമ്പോ ഒരു വിഷമം. ഈ വാതിൽ ഇവിടെ തുറന്നു കിടപ്പുണ്ടല്ലോ, അപ്പൊ അതോ? അല്ല അതല്ലേ ഇപ്പൊ വന്നത്. അമ്മാവന് അല്ലെങ്കിലും കനകനോടെ സ്നേഹമുള്ളൂ. ഞാൻ എന്നെ അറക്കപ്പൊടി കൊടുത്ത് മേടിച്ചാണ്. ഓടെ അവിടുന്ന്. അതെ ഞാൻ വീട് ഇടയ്ക്ക് തുറന്ന് കടിച്ചേരി വൃത്തിയാക്കാറുണ്ടാ? അതൊക്കെ ഉണ്ട്. ആ ചെതല് വന്ന് കയറും, അതാ പറഞ്ഞു. ചായ വേണോ? പിന്നെ ചായ വേണ്ടേ? ചായ കൊടുക്ക്, ചായ കൊടുക്ക്. അതെ മാവ, ഞാനേ രാവിലെ 1-2 കഴിഞ്ഞില്ല. ഓ ഇതായിരുന്നു പോരാ, 2 മിനിറ്റ്. അമ്മാവാ ആ പിന്നെ പറയ്, വിശേഷം പറ. ബാ. ഈ മീൻ മേടിച്ചിട്ടുണ്ടേ? ആ മീൻ മേടിക്കാം. ആ അമ്മാവന് ഉടുപ്പ് മാറണോ? ഏ ക്ലീറ്റോന്റെ മുണ്ടെടുത്ത് തരട്ടെ? ഞാൻ എടുത്തോളാം. അലമാരിലിരിപ്പുണ്ടിട്ടാ. ആ എന്തെങ്ങനെ വാടി വീഴുന്നത്? എന്തോരം പൂത്തുണ്ടാവണം. അപ്രാവശ്യം മാങ്ങി കുറവാണ്ട. മാവാ ആ ചായ. എന്തീ മാവൻ ചോട്ടിലാ നിൽക്കണേ? എന്തടി പ്രാവശ്യം മാങ്ങ അങ്ങനെ കുറഞ്ഞു? ആ നല്ലോണം പൂത്തതായിരുന്നു. അപ്പോഴല്ലേ മഴ പെയ്തല്ല പൂവും കൊഴിഞ്ഞു പോയി. ഇതിലിപ്പോ വാങ്ങാം. അല്ല ചോദിക്കാ, അവിടെ എന്താ മാവ വിശേഷം? അവിടെ എന്താ വിശേഷം? അമ്മയ്ക്ക് അവിടെ തൊട്ടപ്പുറത്തൊരു സ്ത്രീ ഉണ്ട്, സംസാരിച്ചിരിക്കാൻ നേരം പോവും. പക്ഷെ കനകന്റെ കാര്യം കഷ്ടഭാവം. അവർ രാത്രി 10 മണിയൊക്കെ ആവും വരെ. അവിടെ വന്നപ്പോൾ ഞാൻ പറയാം എന്തത്ര നേരം വഴിക്ക് വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് എന്താ തക്കളിമോളും ഇല്ല, തല്ലൂടാളിയനും ഇല്ല. ഞങ്ങൾ ഓർമ്മ വെച്ചിട്ട് ഇത്രയും നാള് പിരിഞ്ഞു നിന്നിട്ടില്ല ഇങ്ങനെ. അവൻ ഇങ്ങോട്ട് വരാൻ വല്ല വഴിയുണ്ടോ? എങ്ങനെ ഇങ്ങോട്ട് വരുന്നത്? അവിടെ പണിയില്ലല്ലേ? അല്ല ഒരാഴ്ചയൊക്കെ ലീവൊക്കെ കിട്ടൂലേ? ലീവ് എടുത്ത് വന്നിട്ട് ക്ലീറ്റോന്റെ പോലെ ഇതൊക്കെ മുടക്ക് നടക്കാനാ? ഞാൻ ഇപ്പൊ അതല്ല ആലോചിക്കണേ. യൂണിയൻകാരൊക്കെ ശ്രമിച്ചു നോക്കി, പക്ഷെ കിട്ടില്ല. പിടിപാടുള്ള ഏതെങ്കിലും നേതാക്കന്മാരുണ്ടെങ്കിലേ അവന് ചിലപ്പോൾ ഇങ്ങോട്ടൊരു സ്ഥലം മാറ്റം കിട്ടിയാൽ രക്ഷപ്പെടും. നേതാക്കന്മാരെന്ന് പറഞ്ഞാല് ഈ വകുപ്പ് മന്ത്രിയായിട്ടൊക്കെ ബന്ധോ അല്ലെങ്കിൽ മറ്റേ ജില്ലാ നേതാവൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വിളിച്ചു പറഞ്ഞാൽ നടക്കും. ഉണ്ട്. ഈ ഇന്ന് ക്ലീറ്റോ എന്നോട് ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞുള്ളൂ ഒരാളുടെ കാര്യം. ഒരു ഗോപി സാറ്. പുള്ളിക്കാരന്റെ വകുപ്പുകളൊക്കെ ആയിട്ട് നല്ല ബന്ധമൊക്കെ ഉള്ള ആളാണ്. രാഷ്ട്രീയമായിട്ട് നല്ല പിടിപാടാണല്ലോ. സംസാരിച്ചൂടെ? ആ സംസാരിച്ച ഉറപ്പാ. കാരണം ക്ലീറ്റോന് സ്ഥാനക്കയറ്റം കൊടുക്കാൻ പോണ്ട്. ആ ജില്ലയിലോട്ട് ക്ലീറ്റോനെ കൊടുക്കാൻ പോവാ. അല്ല എന്തായാലും നന്നായി. അവനോടൊന്ന് വിളിച്ചു വെച്ചോക്കെ. ഇനിയിപ്പോ ഈ ഗോപി സാറല്ല, ഇനിയിപ്പോ ഭാഗ്യം ആരുടെ പേരില വരാന്നറിയില്ല. ഒന്ന് വിളിച്ചു നോക്കാം. ഞാൻ അമ്മാവനോട് നോക്കുന്നു. കട്ടം കിട്ടിയോ? ക്ലീറ്റോ രാവിലെ പറഞ്ഞില്ലേ നമ്മുടെ ഗോപി സാറ് കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ? ഗോപി സാറുണ്ട്. ഗോപി സാർ കേസ് അത് വിട്. ഇനിയിപ്പോ ആവശ്യമില്ല, അത് കളഞ്ഞു. എന്നിപ്പോ ഗോപി സാറിന്റെ കാര്യം പറഞ്ഞ അല്ല, നമുക്ക് വേണ്ടിട്ടല്ല, നമ്മുടെ കാര്യത്തിനല്ല. ആരെ കാര്യത്തിന് പറഞ്ഞപ്പോ ഒരു വലിയ നേതാവൊക്കെ ആണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അയാള് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കനകനെ വീണ്ടും ഇങ്ങടന്നെ ഒരു സ്ഥലം മാറ്റം കിട്ടുമോന്ന് അറിയാൻ വേണ്ടിട്ടാണേ. അവൻ ഇപ്പൊ അങ്ങോട്ട് പോയല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്തിന്? അവൻ പഠിക്കണം, നമ്മളെയൊക്കെ വില മനസ്സിലാക്കണം. വേറൊരു സ്ഥലത്ത് പോയി കിടക്കുമ്പോൾ വിലയല്ല ഞാൻ പറയണത്. അവ ഇപ്പൊ ഇവിടെ ഈ വീടൊക്കെ പൂട്ടി കിടന്നിട്ട് ഇങ്ങനെ നിക്കണേക്കാ നല്ലത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാരും കണ്ടും പിടിച്ചൊക്കെ ഇരുന്നൂടെ? പിന്നെ കണ്ടിട്ട് അങ്ങ് മലമറിക്കാനല്ലേ? അനക്ക് പറ്റുമെങ്കിൽ പറ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതാവിനെ കണ്ടുവരും. കാശ് എന്തായാലും കൊടുക്കാം, എന്നാലും കുഴപ്പമില്ല, കാര്യം നടന്നാൽ മതി. ഗോപിയേട്ടൻ പറഞ്ഞാൽ വളരെ പുഷ്പം പോലെ നടക്കും സംഭവം. പിന്നെന്താ നടക്കും. പിന്നെ ഗോപിയേട്ടനെ നമുക്ക് കൊടുക്കാം. അമ്മാവ പൈസയുടെ പ്രശ്നമല്ല, ഗോപിയേട്ടൻ പൈസ വാങ്ങിക്കില്ല. പിന്നെ കാര്യം എളുപ്പമായില്ലേ? എങ്ങനെ ഗോപിയേട്ടനോട് ഞാനിത് പറയുന്നല്ലേ? കാരണം ഇപ്പൊ തന്നെ ഭയങ്കര അടുപ്പാന്ന് പറഞ്ഞിട്ട് ഇനിയാണ് ഇപ്പൊ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തന്നതേ ഉള്ളൂ. ഇനിയിപ്പോ ഉടനെ തന്നെ ഇത് പറയുമ്പോ കുഴപ്പമില്ല അമ്മാവ, പറയാം. ഞാൻ നാളെ സെക്രട്ടേറിയറ്റിൽ വരണുണ്ട് ആള് കേട്ടോ. അപ്പൊ ആളിന് ഒന്നുമില്ല, ആള് ഈ പൈസ ആയിട്ടൊന്നും വാങ്ങൂല. പുള്ളിക്ക് എന്താ വെച്ചാൽ വല്ല ഇഷ്ട ഭക്ഷണം കഴിക്കണം, അതേ ഉള്ളൂ. 5 സ്റ്റാറിൽ വേണം കയറ്റി ബിരിയാണി മേടിച്ചു കൊടുക്കുക, പ്രശ്നം തരില്ലേ? പിന്നെ അയാൾ ഹോട്ടലൊന്നും കണ്ടിട്ടില്ലല്ലോ അമ്മാവ. അയാളൊക്കെ എന്നും താമസിക്കുന്നത് ഹോട്ടലുകളിലാ. അയാളുടെ ഭാര്യയായിട്ട് പിണങ്ങി നിൽക്കും, ഹോട്ടൽ ഭക്ഷണം. പിന്നെ എന്താ ഉണ്ട് ഇപ്പോ? ആൾക്ക് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു നല്ല ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് ഇവിടെ വിളിച്ചൊന്ന് സൽക്കരിച്ചൊന്ന് സന്തോഷിപ്പിച്ച് വിട്ടാ അതിനൊപ്പം നമുക്ക് ആ കാര്യവും പറയാം. അപ്പൊ നടക്കും. പിന്നെ അങ്ങനെ ചെയ്യാടാ, നമുക്ക് ട്രീറ്റ് കൊടുക്കാം നമുക്ക്. അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യാം. ഈ ഭക്ഷണം മാത്രം കൊടുത്താൽ മതിയോ?
ഉണ്ട്. അത് നമ്മൾ അത് പബ്ലിക്കായിട്ടൊന്നും അങ്ങനെ ഇല്ല. ഞാൻ ഈ വലിയ വലിയ ആൾക്കാരൊക്കെ അങ്ങനെയാണ്. അത് രണ്ടെണ്ണം കൊടുത്താൽ അത് നടക്കും. ആരുടെ അടുത്തും പറയില്ല അയാൾ കഴിക്കുമെന്നൊക്കെ. അത് എൻ്റെ അടുത്തുള്ള ഒരു ഇരിപ്പോഷം വെച്ചിട്ട് കഴിക്കണതാണ്. നമുക്ക് രഹസ്യമായിട്ട് കൊടുക്കാം. വേറെ കാര്യമുണ്ട് അമ്മാവ. പുള്ളി സെക്രട്ടേറിയറ്റിൽ വരണത് പുള്ളിയുടെ ഔദ്യോഗിക വണ്ടിയിലാണ് വരണത്. അപ്പോൾ അത് പറ്റില്ല. നമുക്ക് വേറൊരു വണ്ടി വിട്ടു കൊടുക്കണം പുള്ളിയെ കൊണ്ടുവരാനായിട്ട്. അത് കൊടുക്കാം. എങ്ങനെ പോലും 10,000 പോയാൽ പൊക്കോട്ടെ. കനകൻ ഇങ്ങോട്ട് മാറ്റം കിട്ടുക, അത്ര ആവശ്യമുള്ളൂ. അത് ഞാൻ സംസാരിച്ചോളാം. അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ കനകനോടൊന്നും പറയണ്ട. അതിന്റെ കാശിന്റെ ചെലവായി ആയിക്കോട്ടെ, ഞാൻ ചെലവ് ചെയ്തോളാം. അതിപ്പോ പൈസ നമുക്ക് കാര്യം നടക്കണ്ടേ. നാളെ ഇങ്ങോട്ട് വരുമോ? സെക്രട്ടേറിയറ്റ് വരെ ഞാൻ വിളിക്കാം. എന്നാ ഞാൻ കനകനൊന്ന് വിളിച്ചു പറയട്ടെ വരാം. കനകനെന്തിനാ വിളിക്കണേ? ഇപ്പൊ അതൊന്നും ആവശ്യമില്ലാതെ കനകന. അതല്ല, അവൻ വന്നൊന്ന് നേരിട്ട് കണ്ടോട്ടെ അല്ലേ? അതിന്റെ ആവശ്യമില്ല. അത് കാര്യങ്ങളൊക്കെ ശരിയായിട്ട് കനകൻ അറിയിച്ചാ പോരെ. അല്ല, നാളെ വരട്ടെ. അവൻ വന്നിട്ട് നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് തക്കളീനിയും കൊണ്ട് അവൻ പൊക്കോട്ടെ. എന്നാ പിന്നെ എനിക്ക് എങ്ങനെ ഇനി ആലപ്പുഴ വരെ പോകണ്ടല്ലോ കേട്ടോ. ഞാൻ വിളിക്കാം. നീ സാറോടൊന്ന് വിളിച്ചു പറയും. ഞാനും ഗോപിയേട്ടനൊന്ന് വിളിച്ച് പറയാം കാര്യങ്ങളൊക്കെ. വിളിച്ചു പറ, അവനെ കാണാൻ കൊതിയാവണം. കനക, അതെ എന്തുകൂടെ നീ നോക്കുന്നത്? നീ വാച്ച് കണ്ടല്ലോ. പുതിയ വാച്ച്. നല്ല ഉഗ്ര സാധനമാണല്ലോ. ഇതെങ്ങനെ ഒപ്പിച്ച്? അതെ, നമ്മുടെ ഒരു അളിയൻ തന്നതാ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ. നിനക്ക് തരാൻ കുറെ അളിയന്മാര് ഉടുത്തക്കണ തുണി പോലും തരാൻ ആളുണ്ട്. ഗിഫ്റ്റ് ഗിഫ്റ്റ് ഗിഫ്റ്റ്. കൊള്ളാടെ നിന്റെ സമയം. പിന്നെ നാളത്തെ കാര്യം എങ്ങനെ? നീ എപ്പോ എത്തും? നാളെ ഞാൻ ഇല്ലടിയാ. നാളെ ഞാൻ ഇല്ല. ഗോപിയേട്ടൻ വരുമ്പോ നീ ഇല്ലാന്ന് പറഞ്ഞ എങ്ങനെ? ഇല്ല, എനിക്ക് വേറെ അത്യാവശ്യമുണ്ട്. എനിക്കൊന്ന് കോട്ടയം വരെ പോകണം. അല്ല, ഞാൻ നിന്റെ അടുത്ത് ഇച്ചിരി പൈസ കടമായിട്ട് ചോദിച്ചതിന്റെ പേരിലാണെങ്കിൽ വേണ്ട. പൈസ എനിക്ക് അറേഞ്ച് ആയി. നീ അത് ഓർത്ത് വിഷമിക്കണ്ട, എന്നാ പറയാതിരിക്കണ്ട. പൈസ തന്നെ ആ കാര്യം തന്നെ. അതൊന്നും അല്ലല്ലേ. കോട്ടയത്ത് പോകണോ? കോട്ടയത്ത് പോകണം. അല്ല, പൈസ അറേഞ്ച് ആയ? പൈസയൊക്കെ അറേഞ്ച് ആയി. അത് നീ ആരെ കമ്മത്തി? അതൊക്കെ ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ചെറിയ മറിപ്പ് നടത്തി. കനകൻ നിനക്കെങ്ങനെ അറിയാം? കുടുംബത്തിൽ നിന്ന് പിന്നെ ആര് തരാതിരിക്കുന്നത്? അതെ, ഈ അളിയന് പെട്ടെന്നൊരു മോഹം ഇങ്ങോട്ട് ട്രാൻസ്ഫർ മാറിയാൽ കൊള്ളാമെന്നൊരു തോന്നലുണ്ടായി. അപ്പം അങ്ങനെ അമ്മാവൻ എൻ്റെ അടുത്ത് പറഞ്ഞേ, ഗോപിയേട്ടൻ വരുമ്പോൾ കനകൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യം ഒന്ന് പറയണേന്ന്. ഞാൻ പറഞ്ഞു പറയാം, പക്ഷെ അതിനിച്ചിരി ചിലവാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാവൻ പറഞ്ഞു ചിലവ് എത്രയായാലും പ്രശ്നമില്ല, ഞാൻ നോക്കിക്കൊള്ളാം, നീ കനകൻ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് ട്രാൻസ്ഫർ മാറ്റി കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു പിന്നെ എന്താ പ്രശ്നം? അപ്പോൾ ഇതാണ് പറഞ്ഞത്, കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ആ പൈസയുടെ കാര്യം ഓക്കെ ആയി. അതിന് പ്രശ്നമല്ല. അല്ല, നീ എത്ര ഊരി? എടേ നീ ആവശ്യമില്ല അങ്ങനെ ഒരു ഇത് തന്നെ. ഞാൻ കുടുംബത്തിൽ കയറി ഒരുപാട് അങ്ങനെ ഒരു തെണ്ടിത്തരൊന്നും കാണിക്കില്ല. അല്ലാതെ ഗോപിയേട്ടൻ പറഞ്ഞു പോകണേ എൻ്റെ ഒരു ചിലവിൻ്റെ പൈസ അത്രേ ഉള്ളൂ. അല്ല, മദ്യം വാങ്ങിക്കണേ തന്നെ 12,000 രൂപയാവും. അതൊക്കെ ഇപ്പോൾ ഒരു കാര്യം നടക്കണ്ടേ? നമ്മൾ പൊതുപ്രവർത്തകരുടെ വില എന്താണെന്ന് കുടുംബക്കാരറിയണം, വേണ്ടേ? പിന്നെ ആ പോകായിട്ട് ചുമ്മാ എല്ലാം ഫ്രീ ആയിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കരുത്. എന്നാലേ നാളെ അവർക്ക് നമ്മളിൽ ഒരു വിലയുണ്ടാവും. പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ. അത് നീ നാളെ ഇല്ല. ഇല്ല അല്ലേ, എന്തായാലും നീ കനകനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു ചെലവ് നടത്തുവാണ്. ഈ കൂട്ടത്തിൽ നമുക്ക് ആ സുധിയെ കൊണ്ടൊന്ന് വിളിക്കളയാം. നമ്മുടെ ഗോപിയേട്ടൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള. പിന്നെ അവനെ കൊണ്ട് ഒരുപാട് ഉപകാരമുള്ള, അവൻ സെക്രട്ടറി നല്ല ബന്ധമാണ് അവന്. ശരി. ഒരുപാട് ഉപകാരം ചെയ്തത്. ഒരു കാര്യമുണ്ട്, ഞാൻ അന്ന് തന്നെ വിളിച്ച് അവിടെ ഒരു കാര്യം പറഞ്ഞു ഉടനെ എന്നെ സാധിച്ചു തന്നു കേട്ടോ. അതാണ് അവനെ സുധിയെ കൂടെ വിളിക്കാം. സുധിയെ കൂടെ ഒന്ന് വിളിക്കും. നല്ലതാ. സുധി ഇപ്പോഴല്ലേ നമുക്ക് ഭാവിയിൽ ഇനി ഒരുപാട് ഗുണമുള്ള ചെറുക്കനാണ്. Alien versus Alien.